എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. നമ്മളൊക്കെ എപ്പോഴും വെറുതെ കളയുന്ന ഗുഡ് നൈറ്റ്, ഓൾ ഔട്ട് അതുപോലുള്ള ലിക്വിഡ്സിൻ്റെ ഒക്കെ ആ ഒരു ബോട്ടിലില്ലേ, അതിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിൽ എന്തായാലും നമ്മൾ വെറുതെ കളയുകയാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഒരു ആയുർവേദിക് ലിക്വിഡിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ ആ നെക്ക് പോർഷനിലുള്ള ആ ഒരു മൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് ഉയർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഊരി എടുക്കാൻ പറ്റും. എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് കുട്ടികളുടെ കുറച്ച് പഴയ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ക്രയോൺസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് മുന്നത്തെയാണ്, ആകെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കളറുകളെല്ലാം ക്രയോൺസൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഈ ക്രയോൺസ് ഒന്ന് അതിൽ ഒട്ടിച്ചെടുക്കണം. ഇനി ആ നെക്കിൻ്റെ ഭാഗത്ത് നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി ഫെവിക്കോൾ കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലും ആ ഒരു ക്രയോൺസ് ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ആ നീല ബ്രഷ് കൊണ്ട് തന്നെ എടുത്തുകൊണ്ടാണ് ഫെവിക്കോൾ നീല കളറായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിത് തൽക്കാലം ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് വേറൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിടിച്ചിരിക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട് വേം ചെയ്തെടുക്കുന്നത്. ഇനി ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ ഈ ഇടയിൽ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും സ്റ്റോൺ ഇല്ലെങ്കിലും പ്രശ്നമില്ല, പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് അറിയില്ല. ഇനി നേരത്തെ ക്രയോൺ ഒട്ടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോളും അത്രയും അളവ് തന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റാക്കി എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. ആ ക്രയോൺസ് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണങ്ങുമ്പോൾ ആ ഒരു ഫെവിക്കോളൊന്നും അറിയില്ല. ഇപ്പോൾ രണ്ടും തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 ചെറിയ ഫ്ലവർ പോട്ടുകൾ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഫ്ലവർ പോട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളത് കിട്ടുകയും ചെയ്യും, നമുക്ക് പൈസയുടെ ചിലവുമില്ല. ഇനി ഈ ബ്ലാക്ക് വെച്ചിട്ട് വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മണൽ ഇടുകയാണ്. മണലോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിനൊരു മൂടി കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് എൻ്റെ കയ്യിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വല്ല സ്പ്രേയുടെ ഒക്കെ മൂടികൾ ഉണ്ടാവില്ലേ, നല്ല ഭംഗിയുള്ളത്, അതൊക്കെ ഇതിൽ ഒട്ടിച്ച് വെച്ചാലും മതി. ഇപ്പോൾ നമുക്ക് നല്ലൊരു പേപ്പർ വെയിറ്റ് റെഡി ആയിട്ടുണ്ട്. മണലോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഇടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു വെയിറ്റ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഐഡിയകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യണമെന്നല്ല, വല്ലപ്പോഴെങ്കിലും ഇങ്ങനത്തെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ലിവിങ് റൂമിലൊക്കെ വെക്കാം. നമ്മൾ തന്നെ ചെയ്തതാകുമ്പോൾ ഒരു നല്ലൊരു അഭിമാനമായിരിക്കും, അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.